എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ ന്യൂസ് അപ്ഡേറ്റ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, നമുക്ക് കുറേയധികം വെറൈറ്റി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായതെന്ന് പറഞ്ഞാൽ സോണി മാർവലും കൂടി ചേർന്നിട്ട് പുതിയൊരു കാസ്റ്റിനെ സ്പൈഡർമാൻ 4 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ മാർവൽ മിക്കവാറും യൂസ് ചെയ്തിട്ടായിരിക്കും ഇനി വരാൻ പോണ സിനിമയൊക്കെ ചെയ്യാൻ പോകണേ എന്നുള്ള കുറേ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം നമുക്ക് ആരുടെയും കയ്യിൽ സമയം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിക്കാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അത് സ്കാർലറ്റ് ജോഹാൻസന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് പുതിയ ജുറാസിക് വേൾഡിന്റെ പുതിയ സിനിമ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്കാർലറ്റ് ജോഹാൻസൺ ആണ് വൺ ഓഫ് ദ മെയിൻ കാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് റീസെന്റ് യൂണിവേഴ്സൽ പിക്ചേഴ്സ് സ്കാർലറ്റ് ജോഹാൻസനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിലിമിന്റെ പ്രൊമോഷനും കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങും, എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രൊമോഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സ്കാർലറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാർലറ്റ് ജോഹാൻസൺ ഇത്രേ പറഞ്ഞുള്ളൂ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഞാൻ അഭിനയിച്ച സിനിമയ്ക്കൊന്നും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സോ ഇതിനും അതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് എന്താണെങ്കിലും തോന്നുന്നില്ല. ഫിലിം എന്താണെങ്കിലും കിടിലനായിട്ട് തന്നെ ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് സ്കാർലറ്റ് ജോഹാൻസൺ ഉണ്ട്. പക്ഷെ എന്താണ് യൂണിവേഴ്സൽ പിക്ചേഴ്സിനില്ല. അത് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ദുരന്തമായിട്ടുള്ള സിനിമകളെല്ലാം കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്താണെങ്കിലും പുള്ളിക്കാരിയുടെ കോൺഫിഡൻസ് നമ്മൾ എന്താണെങ്കിലും സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, സ്കാർലറ്റ് ജോഹാൻസൺ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്കിനി ഇൻവിൻസിബിളിന്റെ സീസൺ 3 റീസെന്റ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സീസൺ 3 എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ ക്ലിഫ് ഹാങ്ങറിൽ തന്നെയായിരുന്നു. ആൻഡ് സീസൺ 4 വേണ്ടി കുറേ കാര്യങ്ങൾ അവരെന്താണ് നമ്മളെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് ഈ ആനിമേ എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടി ഇൻവിൻസിബിളിന്റെ ആ ഒരു എൻഡിങ് തന്നെയാണ്. നിങ്ങൾ കണ്ടായിരുന്നോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. എന്താണ് സീസൺ 4 നിങ്ങൾ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത്? ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്കിനി ചെറിയൊരു ഗെയിമിങ്ങിലേക്കുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് നോക്കാം. മാർച്ച് 20 യെസ് ഫൈനലി നമ്മുടെ ഊബിസോഫ്റ്റ് അല്ലെങ്കിൽ യൂബിസോഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അസാസിൻ ക്രീഡ് ഷാഡോസ് നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. ഇതിനു മുമ്പ് വേറെ കുറേ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതായത് ഗെയിമിന്റെ റിലീസ് ഡേറ്റിന് മുമ്പ് തന്നെ ഗെയിം ലീക്ക് ആയെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് ഒരേ ഒരു കാര്യം ഞാൻ പറയുള്ളൂ, ഷാഡോസും കൂടി ഫ്ലോപ്പായ യൂബിസോഫ്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ 20 നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണോ പുതിയ അസാസിൻ ക്രീഡ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്? അതോ നിങ്ങൾ ഓൾറെഡി അസാസിൻ ക്രീഡ് ഗെയിം കളിക്കൽ നിങ്ങൾ നിർത്തി? എന്നോട് ചോദിക്കണേ, ഞാൻ നിർത്തിയത് ഓഡിസി വെച്ചാണ്. ഓഡിസി മുതൽ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഒരു അസാസിൻ ക്രീഡ് ഗെയിം ഞാൻ കളിച്ചിട്ടില്ല. അതിന് ശേഷം എന്താണ് വൽഹാല ഇറങ്ങിയായിരുന്നു, മിറാജ് ഇറങ്ങിയായിരുന്നു, ഇപ്പോൾ ഷാഡോസ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു നല്ല ടൈം ലൈൻ നമ്മുടെ ഡെസ്മണ്ടിൻ്റെ ആയിരുന്നു. അതിനുശേഷം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് ഫ്ലാഗ്. അതിനുശേഷം ആ ഒരു ലെവലിലേക്ക് എത്തിയൊരു ഗെയിം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് തന്നെയാണ് അർണോൾഡ് ഷ്വാസ്നെഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ എത്രത്തോളം ലെജൻഡറി ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് പല ടെർമിനേറ്റർ സിനിമകൾ ഇറങ്ങുമ്പോഴും നമ്മൾ ആക്ച്വലി അർണോൾഡ് വേണം എന്നുള്ളൊരു ആ ഒരു ത്വര നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഇതേ സെയിം കാര്യം പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിക്ക് ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡേറ്റർ എന്നുള്ള ആ ഒരു ഫ്രാഞ്ചൈസി ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു പ്രെഡേറ്റർ സിനിമ അർണോൾഡിൻ്റെ ആ ഒരു മസിൽസ് കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മുടെ മൈൻഡിൽ ഓർമ്മ തന്നെ. ഗെറ്റ് ടു ദ ചോപ്പർ എന്ന് പറയുന്ന ഡയലോഗ്സ് എല്ലാം തന്നെ. ആൻഡ് ഇത് പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിയിൽ അവർ വീണ്ടും യൂസ് ചെയ്യാൻ അവർ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പ്രെഡേറ്റർ 2, ഏലിയൻ vs പ്രെഡേറ്റർ, പിന്നെ ദ പ്രെഡേറ്റേഴ്സ്. ഈ സിനിമയ്ക്കകത്തൊക്കെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറായിട്ടുള്ള ഡച്ചിൻ്റെ ചെറിയൊരു കമിയോ എങ്കിലും വേണമെന്നുള്ളൊരു കാര്യം കുറേ പ്രാവശ്യമായിട്ട് പ്രെഡേറ്റർ ഫ്രാഞ്ചൈസി ചെയ്യുന്ന സമയത്ത് അവർ ആലോചിച്ച് വെച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷേ അർണോൾഡിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചെറിയൊരു കമിയോ വന്ന് ചെയ്തിട്ട് പോകാൻ അർണോൾഡ് ഒരു രീതിയിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ മണി അങ്ങനെ വലിയ മണിയൊന്നും അവരെന്താണെങ്കിലും അർണോൾഡിന് ഓഫറും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി പ്രേ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സീക്വലും കൂടി വരുന്നുണ്ട്. ആൻഡ് മിക്കവാറും അവർ വീണ്ടും ഡച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യണമെന്നുള്ള റൂമേഴ്സ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അർണോൾഡ് പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിയിൽ തിരിച്ചു വരുന്ന കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഞാനായിട്ട് പങ്കുവെക്കാവുന്ന. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫ്യൂച്ചർ മൂവീസിനെ ഒരു രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ എന്താ പറയേണ്ട ഒരു നൈറ്റ് മെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റീസെൻ്റ്ലി റൂസോ ബ്രദേഴ്സും അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് AI എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നു വരവ്. ആൻഡ് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലകളിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറേ റൈറ്റേഴ്സ് അതിനെതിരായിട്ട് കുറേയധികം സമരങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഹോളിവുഡിൽ. നമ്മുടെ ഇന്ത്യൻ മൂവീസിലേക്ക് അത്രയും വന്നല്ല, പക്ഷെ എന്താണെങ്കിലും അടുത്ത് തന്നെ വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും വേണ്ട. ആൻഡ് റീസെൻ്റ്ലി റൂസോ ബ്രദേഴ്സ് പറയുന്നത് ഇനി വരാൻ പോകുന്ന അവഞ്ചേഴ്സ് ഡൂംസ് ഡേ ആണെങ്കിലും സീക്രട്ട് വാർസ് ആണെങ്കിലും അവർക്ക് ഒരു പരിധി വരെ AI
അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് സ്ക്രിപ്റ്റിലാണെങ്കിലും കോറിയോഗ്രാഫിയിലാണെങ്കിലും അതുകൂടാതെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങിലാണെങ്കിലും അവർക്ക് ഒരു പരിധി വരെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു വെൽ റൗണ്ടഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ റൂസോ ബ്രദേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നാലും ഒരു മൊത്തത്തോടെ ഹ്യൂമൻസിനെ എടുത്ത് കളയുന്നും കൂടി അല്ല അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. എല്ലാ വീഡിയോസും നമുക്ക് അല്ലെങ്കിൽ എല്ലാ മൂവീസും AI വെച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു 5 വർഷമല്ല 5 വർഷം വേണമെന്ന് എനിക്ക് തോന്നുന്നു, 2-3 വർഷം കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് AI വെച്ചിട്ട് സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ മാർവൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ളവരുടെ വയറ്റത്തടിച്ചോണ്ടും ചെയ്യില്ലെന്നാണ് റൂസോ ബ്രദേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലും അതുകൂടാതെ തന്നെ സീക്രട്ട് വേഴ്സിലും ആയിരിക്കും. നിങ്ങൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നമുക്ക് നല്ലൊരു സ്റ്റോറി ഉള്ളൊരു സിനിമ മാത്രം ലഭിച്ചാൽ മതിയെന്ന് ആസ് ഒരു ഫാൻ എനിക്ക് പറയാനുള്ളൂ. സോ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് അത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്പൈഡർമാൻ 4ൻ്റെ കാസ്റ്റിലേക്ക് സാഡി സിങ്ക് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ സാഡി സിങ്ക് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് പുള്ളിക്കാരിയുടെ റോള് സത്യം പറഞ്ഞാൽ സ്പെക്ടേറ്റ് ചെയ്യുവാണ് എല്ലാവരും. കൂടുതലും ആൾക്കാർ പറയുന്നത് ബ്ലാക്ക് ക്യാറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്പൈഡർ ഗുവൻ ആയിരിക്കും. ഇനി മേ ബി അവർ ജെന്തിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് MJയുടെ ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ന്യൂസിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ ട്വിസ്റ്റ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർവലിന് ഇത് മിക്കവാറും മാർവലും സോണിക്കും കൂടി ചേർന്നിട്ട് ഇത് അവിടുത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്പൈഡർ വേഴ്സ് ആയിട്ട് ക്രോസ് ഓവർ ചെയ്യാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം അങ്ങനെ അവരത് ക്രോസ് ഓവർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പൈഡർ വേഴ്സിനകത്തുള്ള മൈൽസ് മൊറാൽസിന്റെ ആ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ സോണിയുടെ സ്പൈഡർമാൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുകയും സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതിനകത്ത് പല ഇയർത്തിലുള്ള പല വേരിയന്റിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് അവർക്ക് സത്യം പറഞ്ഞാൽ MCUയിലേക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ വേറൊരു വേരിയൻ്റ് ആക്കി. കാരണം ഇപ്പോൾ MJയുടെ ക്യാരക്ടർ തന്നെ ചെയ്യുവാണെങ്കിൽ ഒരു മൾട്ടിവേഴ്സ് സ്റ്റോറി ലൈനെ അവർ ചെയ്യുള്ളൂ. കാരണം സിന്ധിയുടെ ഒരു MJ ഉണ്ട്, അതുകൂടാതെ തന്നെ സേഡി സിംഗിൻ്റെ മറ്റൊരു MJ ഉണ്ട്. അപ്പോഴും അവർക്ക് ആ ഒരു മൾട്ടിവേഴ്സ് കൺസെപ്റ്റിനകത്ത് ഈസി ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ സ്പെക്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവരുടെ പ്ലോട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വലിയ ഒരു വഴിത്തിരിവായിരിക്കും സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിനും അതുകൂടാതെ MCUവിന് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൂംസ്ഡേയും അതുകൂടാതെ തന്നെ സീക്രട്ട് വേഴ്സും നല്ല രീതിയിൽ തന്നെ ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു സിനിമയും കൂടി തന്നെയാണ് സ്പൈഡർമാൻ 4. സോ നല്ല രീതിയിൽ അവർ ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ സോണി അവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ അത് പോകുമെന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടില്ല. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ആഴ്ചയിലുള്ള ന്യൂസിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ന്യൂസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്? നിങ്ങൾ ആക്ച്വലി ഏത് സിനിമയ്ക്ക് അല്ലെങ്കിൽ സീരീസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്യാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. Stay safe guys, stay awesome. See you guys next episode. Watch.